നമുക്കിത് വളരെ സിമ്പിളായിട്ടും അടിപൊളി ടേസ്റ്റിലും ഒരു ബിരിയാണി തയ്യാറാക്കിയല്ലോ. ഇത് വെറും ബിരിയാണി അല്ല, നമ്മൾ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസും അതുപോലെ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. ഇപ്പം അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ എല്ലോട് കൂടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ലഞ്ച് ബോക്സ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ വളരെ എരിവ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പൊടികളും വളരെ കുറച്ചാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്തിലേക്ക് കുരുമുളക്, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി കുക്കായി ചിക്കൻ അങ്ങ് പൊടിഞ്ഞു പോകണ്ട. ജസ്റ്റ് ആ ബോണിൽ നിന്നൊന്ന് വിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്കാക്കി എടുത്താൽ മതിയാവും. ഇതുപോലെ ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, നിരപ്പേ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്കിതൊന്ന് കോരി മാറ്റാം. അങ്ങനെ എല്ലാം വേറൊരു പാത്രത്തിലേക്ക് വെള്ളമില്ലാതെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇനിയും നമുക്ക് ആവശ്യമുള്ളതാണ്, കളയണ്ട. ഇനി ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുരുമുളക്, പെരുംജീരകം, ചെറിയ ജീരകം, മുഴുവൻ മല്ലി, വറ്റൽമുളക്, തക്കോലം, ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട എല്ലാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും ആവശ്യമില്ല, നമുക്ക് ഇതിൽ നിന്നൊരു 2 സ്പൂൺ മാത്രം മതിയാവും. ബാക്കി നമുക്ക് ടിന്നിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ചെറിയ തരികളോട് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം വെച്ച് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ കൂടുതലായും കുക്ക് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ്. നിങ്ങൾ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 സവാള നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. സവാള പകുതി ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് സവാളയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ സവാളയെല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, എരിവ് ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടിയോ സാധാ എരിവുള്ള മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളതിൽ നിന്നാണ് 1 സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ 2 തക്കാളി, ചെറുതായതുകൊണ്ടാണ് 2 എടുത്തത്, വലുതാണെങ്കിൽ 1 മതിയാവും. നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ തക്കാളി ഒഴിച്ച് കൊടുത്തത് നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ തക്കാളിയുടെ ആ ഒരു പച്ചപ്പ് ഒന്ന് മാറുന്നത് വരെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് ആ തക്കാളി ഒഴിച്ച് കൊടുത്തതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പിച്ചി എടുത്താലും മതിയാവും. ഒത്തിരി ചെറുതാക്കി ഇടുക. ഇതുപോലെ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കൈ കൊണ്ട് തന്നെ എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. ചിക്കനും മസാലയും നന്നായിട്ട് യോജിക്കുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 2 മിനിറ്റ് ആ ചിക്കനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനും മസാലയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മല്ലിയില, പുതിനയില, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ബിരിയാണിയുടെ റൈസ് ആയതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് 1 സ്പൂൺ മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്ത് വെക്കുക. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യുടെ കൂടെ ഓയിൽ ചേർക്കണം എന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. സവാള പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം അളന്നൊഴിക്കേണ്ടതാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ 1.5 ഗ്ലാസ് ചിക്കൻ വേവിച്ച വെള്ളവും 1.5 ഗ്ലാസ് നോർമൽ വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം മാത്രം ഉപ്പും ഇതിലേക്ക് 1 നാരങ്ങയുടെ പകുതിയും കൂടെ പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പെല്ലാം കുറച്ച് മുന്നിട്ട് നിൽക്കണം. നമ്മുടെ റൈസിലേക്ക് ഉപ്പ് ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു മണിക്കൂർ വരെ ഞാൻ അരി കുതിർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം വെള്ളം എല്ലാം മാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളവും റൈസും ഒരേ ലെവലിലെത്തുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്റ്റീം എല്ലാം പോയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് തുറന്നു കഴിഞ്ഞാൽ മല്ലിയില പുതിനയില കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെയും നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് അളവിൽ വെള്ളവും കുതിർക്കുന്ന സമയവും നമ്മുടെ കുക്ക് ചെയ്യുന്ന സമയമെല്ലാം സെറ്റാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എപ്പോഴും ബിരിയാണികളുടെ വെറൈറ്റി തേടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിളാണ്, ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കണ്ട. എന്നാലേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.